ഷഹബാനു കേസിൻ്റെ ഫൈനൽ പാർട്ടാണിത്. ഈ കേസ് ഇവിടെ അവസാനിക്കുന്നില്ല, ഇതിനൊരു രണ്ടാം ഭാഗം കൂടിയുണ്ട് എന്നതാണ്. ഈ വിധിയോട് ഒരുപാട് മുസ്ലിം വുമൻസ് യോജിച്ചിരുന്നു. കാരണം അവരുടെ ഡിഗ്നിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിനെ യോജിച്ച് ഇതിന് അനുകൂലിച്ച് നിന്നിരുന്നു എന്നത് തന്നെയാണ് സത്യം. എന്നാൽ കുറച്ച് ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് അവരുടെ റിലീജിയസ് ബിലീഫിനെ എഫക്റ്റ് ചെയ്യുന്നു, അവരുടെ മുസ്ലിം കമ്മ്യൂണിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പാർലമെൻറ്റ് ദ മുസ്ലിം വുമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ ഡിവോഴ്സ്ഡ് ആക്ട് കൊണ്ടുവരുന്നത്. ഈ ആക്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മുസ്ലിം വുമൻസിന് ഉള്ള ഭയങ്കര പ്രൊട്ടക്ഷനാണ് എന്നുള്ളതൊക്കെ. എന്നാൽ പോലും സെക്ഷൻ 2(3) പറയുന്നത് ഇദത്ത് പീരീഡിൻ്റെ മെയിൻ്റനൻസ് ആണ്. അതായത് ഇദത്ത് പീരീഡിൽ മെയിൻ്റനൻസ് കൊടുക്കണം എന്നാണ്. ഇദത്ത് പീരീഡിന് ശേഷമുള്ള മെയിൻ്റനൻസിനെ കുറിച്ച് പറയുന്നില്ല. അവിടെ പറയുന്നത് ഒന്നില്ലെങ്കിൽ റിലേറ്റീവ്സ് നോക്കട്ടെ, അതല്ലെങ്കിൽ സ്റ്റേറ്റ് നോക്കട്ടെ എന്നുള്ളതാണ്. ഷഹബാനുവിൻ്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഡാനിയൽ ലത്തീഫി സുപ്രീം കോർട്ടിനെ അപ്രീച്ച് ചെയ്യണം. അങ്ങനെ അവിടെ ഒരു കേസ് വരികയാണ്, ഡാനിയൽ ലത്തീഫി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള കേസ്. അപ്പോൾ ഈ കേസിൽ എന്താ വന്നതെന്ന് പറഞ്ഞാൽ, ഈ കേസ് എന്തിനായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആക്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റീനെ ചാലഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു. അതായത് സെക്ഷൻ 125 എന്ന് പറയുന്നത് എല്ലാ സിറ്റിസൻസിനും, ഇന്ത്യയിൽ ജനിച്ച് വളർന്ന എല്ലാവർക്കുമുള്ള ആപ്ലിക്കബിലിറ്റിയാണ്. അപ്പോൾ മുസ്ലിം വുമൻസിന് മാത്രം അത് കൊടുക്കാണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഇക്വാലിറ്റി വയലേറ്റ് ആവുകയാണ്. ആർട്ടിക്കിൾ 14 വയലേഷൻ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നു. ജഡ്ജ്മെൻറ്റിൽ ആ ആക്ടിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് അല്ല വന്നത്. എന്നാൽ പോലും സെക്ഷൻ 125 എല്ലാവർക്കുമുള്ള ആപ്ലിക്കബിലിറ്റി ആണെന്നും മെയിൻ്റനൻസ് മുസ്ലിം വുമൻസിനും കൊടുക്കണം, ഏതുവരെ, മരിക്കുന്നത് വരെയോ അല്ലെങ്കിൽ വേറൊരു കല്യാണം കഴിക്കുന്നത് വരെയോ, അല്ലാതെ ഇദത്ത് പീരീഡ് കഴിഞ്ഞതുകൊണ്ട് മെയിൻ്റനൻസ് നിർത്തേണ്ടത് അല്ല എന്നാണ് ഈ ജഡ്ജ്മെൻറ്റിൽ വന്നത്. ഈ വിധി എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് വേണ്ടി വന്നതല്ല, ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് പേർക്ക് വേണ്ടിയുള്ളൊരു വിധി തന്നെയാണിത്. കാരണം അവർക്ക് അവരുടെ ഡിഗ്നിറ്റിയോട് കൂടി ജീവിക്കാൻ മെയിൻ്റനൻസ് ആവശ്യം തന്നെയാണ്. ഇത്ര നേരം ക്ഷമയോടെ ഈ കഥ കേൾക്കാൻ തന്നതിന് ഒരുപാട് നന്ദി.